മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ചാക്രികമായ പരിരംഭണത്തിൽ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ താത്വികമായ സമ്മർദ്ദത്തിൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അരികു ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടും അതിന് സമാനമായിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനിയിപ്പോ പൊതുമരാമത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. എന്താ നമ്മുടെ റോഡുകൾ? കാലിഫോർണിയയാണോ ഫിലാഡൽഫിയയാണോ എന്ന് തോന്നും. ആ രീതിയിലാണ് നമ്മുടെ റോഡുകളെല്ലാം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രകൃതിക്ക് മുറിവേൽക്കുന്ന തരത്തിൽ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ നാട്ടിൽ ജീവിക്കുന്ന അടുത്ത തലമുറ ആ സുഖത്തിന്റെ സുഖശീതളിമയിൽ വേണം ജീവിക്കാൻ. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്താ ഉണ്ണിയെ, ക്ലാസ് ശ്രദ്ധിക്കട്ടാ. പുറത്തു പോയിട്ട് ആളുകളോട് പറയണ്ടേ? അതും ഇതും പറയാൻ പറ്റില്ലല്ലോ. അതാണ്. അപ്പൊ ശ്രദ്ധിച്ചോണ്ടിരിക്കും. കുറച്ചു കാലം കൂടെ നമുക്ക് ഈ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് സായിപ്പന്മാർ വരെ വന്ന് നമ്മുടെ പഞ്ചവടിയിൽ ജോലിക്ക് ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദേ പുറത്തേക്ക് നോക്ക്, ആകെ ഒരു മൂടൽ മഞ്ഞ് പോലെ കാണുന്നുണ്ടോ? ശരിയാണ്. അതിന്റെ ഒരു സുഖശീതളിമ ഈ റൂമിനകത്തേക്കും വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യത്തില് നമ്മൾ മൂന്നാറിലാണോ അതോ ഊട്ടിയിലാണോ കൊടൈക്കനാലിലാണോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മൊത്തം ഒരു പുകയുണ്ട്. അതാണ് സാറേ. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. സത്യമാഷേ, ചെറിയൊരു സംശയമുണ്ട്. എന്താ? പറഞ്ഞ കാര്യങ്ങൾ വളരെ 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 സത്യസന്ധമാണ്. ഇത് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയും സമയമായിട്ട് ഹോർലിക്സും പഫ്സും വന്നിട്ട് അത് വരും. ഓർലിസും പഫ്സും വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം മീറ്റിംഗ് തുടങ്ങിയ എപ്പോ ആ സാധനം കൊടുക്കണം എന്നുള്ളത്. അവർ കൊണ്ടുവരും. സമാധാനമായിട്ടിരിക്കും. ഇജ്ജ് പഫ്സും ചായയും കുടിക്കാൻ വേണ്ടി വന്നതാണോ അതോ പാർട്ടി ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ? ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ? അപ്പൊ അത് കൊണ്ടുവരും. വേറെ എന്താ, ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? നേതാവേ, ഈ ഫിലാഡൽഫിയ എന്ന് നേതാവ് പറഞ്ഞല്ലോ, അത് നമ്മുടെ ഇന്ത്യയിലാണോ അതോ ഇന്ത്യക്ക് അടുത്ത് വല്ലയിടത്തുമാണോ? അല്ലേ? ആണോ? വേറെ അല്ല നേതാവേ, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പൊ കുടിവെള്ളം കിട്ടിയിട്ട് കുറെ ദിവസങ്ങളായി. പ്രതിപക്ഷംകാർ കൊണ്ടുവന്ന് ടാങ്കർ ലോറി കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. വെള്ളമില്ല എന്ന് പറഞ്ഞു പരത്തുന്നത് പ്രതിപക്ഷമാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്ന് വരത്തുകയാണ്. അത് അങ്ങനെയല്ല എന്നുള്ളത് ആളുകളോട് പറയണം. നേതാവേ, ചെറിയൊരു സംശയം. അതായത് നമ്മുടെ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് പണിയെടുക്കാൻ വരും എന്ന് പറഞ്ഞില്ലേ? വരും. അത് ഏകദേശം ഏത് മാസം വരും? ഈ മാസം വരുമോ? ഈ മാസം ഞാൻ ഉണ്ടാവൂല. ഈ എപ്പോഴങ്ങോട്ട് വരിക? ചെറിയ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവര് വരുന്നുണ്ടെ കാണാലോ. എന്തായാലും ഇജ്ജ് വരുന്ന സമയം ഞാൻ പറയാം, അപ്പോഴേ അവര് വരൂ. അതെയോ? എന്തൊരു പ്ലാസ്റ്റിക് കത്തണം വേണം. പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചതല്ലേ? ആരതിങ്ങനെ പുറത്തോട്ട് കത്തിക്കണത്? മാഷ് നേരത്തെ പറഞ്ഞ സുഖശീതളമി ഉണ്ടല്ലോ, അത് പുകയാണ്, മഞ്ഞൊന്നല്ല. പത്തൊന്ന് മൂക്കുന്നുള്ള ചീറ്റുന്നു. ഞാൻ ഉണ്ടായിട്ടാണ്. ഇപ്പോ നമ്മൾ പൊതുവെ നേതാക്കന്മാര് വെള്ളം ധരിക്കണോന്ന് പറയണത് അത് നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു യൂണിഫോമിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. അല്ലാണ്ട് പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്ത്രമല്ല അത്. ഈ വെള്ളം ആകുമ്പോ അത് അഴുക്കാകുമ്പോ വേഗം അറിയും.
അപ്പൊ അത് അവിടെ തൊട്ട പ്രശ്നം ഇവിടെ തൊട്ട പ്രശ്നം അങ്ങനെ വരരുത്. ഇപ്പൊ മറ്റുള്ള പാർട്ടികൾ നമുക്കറിയാലോ സജീവ പ്രവർത്തകരാണ് അവര്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്തിനും ഒരു കാര്യം വന്ന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണം. ഇത് എന്തെങ്കിലും ഒരു പരിപാടിയും കാര്യങ്ങളും ഉണ്ടായാ പുറത്തിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ സ്റ്റേജിലുണ്ടാവും. വന്നവരൊക്കെ നേതാക്കന്മാരായ അങ്ങനെ ശരിയാവും. ആ നിലപാട് ശരിയാവില്ല നമുക്ക്. അപ്പോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല ശീതളേട്ടാ, പുതിയ യാത്ര വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു മൂന്നാറിലേക്കുള്ളൊരു യാത്ര അങ്ങനെ പ്ലാൻ ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ എന്തെങ്കിലും യാത്ര? പാർട്ടി യാത്ര ഇപ്പൊ നിലവില് ഒന്നും കാണാൻ. പിന്നെ ഒരു ആലോചന യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നതിനെ കുറിച്ചൊരു യാത്ര. അങ്ങനെ ചർച്ചയിലാണ്. അങ്ങനെ ഒരു യാത്ര മനസ്സിലാകുന്നുണ്ട് നമുക്ക്. അരെ എന്താ സംഭവം അറിയില്ല. എന്താ നാട്ടിൽ മൊത്തം പുകയാണ്. നമ്മളെ ഈ പഞ്ചവടി മാലിന്യ പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ കുറെ മാലിന്യം മറ്റേ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടില്ലേ, അതിന് തീ പിടിച്ചോ. പിന്നെ അല്ലാണ്ട് നാട്ടിൽ മൊത്തം കട്ട പുകയാ. തീ പിടിച്ചോ? മൊത്തം കത്തി പിടിച്ചു. എന്നാ പിടിച്ചോ, പിടിച്ചോ. ഉഗ്രം വിഷയാണ് കിട്ടിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിലുള്ള അനാസ്ഥ കുറെ നാളുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു വിഷയാണ്. ഇത് വിടരുത്. നമുക്ക് പുക പടരുന്നതിന് മുമ്പ് നാട് മുഴുവൻ നമ്മൾ പടരണം. ഇതെവിടുന്ന ഈ പുക ഇങ്ങനെ വരുന്നത്? ആരാ ഈ പ്ലാസ്റ്റിക് കത്തിക്കണ്? 100 വട്ടം പറഞ്ഞാലും കേക്കില്ല. ആരാ അവിടെ പ്ലാസ്റ്റിക് കത്തിക്കണേ? രാഘവട്ടോ, എന്ത് പണിയായി കാണിക്കണേ? 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ വളപ്പില് പ്ലാസ്റ്റിക് കത്തിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന്. പ്ലാസ്റ്റിക് കത്തിക്കുന്നില്ല നീ? അത് ശരി, ഇപ്പൊ ഞാനായ പ്രതി. എന്തെങ്കിലും അവിടെ എന്തിനാ കത്തിക്കണത്? അത് പുക ഇങ്ങോട്ട് വരണ്ടേ? ഈ പ്ലാസ്റ്റിക് വീട്ടിലെ കത്തിക്കരുത് പറഞ്ഞിട്ടില്ലേ? 50 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്ന് കൊണ്ടുപോയില്ലേ? അത് ഞാനും പെണ്ണുങ്ങൾക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല, ഞാൻ കത്തിക്കുന്നുണ്ടാടാ. പിന്നെ ആരാ കത്തിക്കണേ? നീയല്ലേ കത്തിക്കുന്നേ? ഞാൻ എവിടെ വന്ന് നോക്ക്, ആകെ മൊത്തം പുകയാണല്ലോ. അല്ല, അപ്പൊ രാഘവട്ടൻ അവിടെ ഒന്നും കത്തിച്ചിട്ടില്ല? ഞാനൊന്നും കത്തിച്ചില്ല. അപ്പൊ പിന്നെ എവിടുന്ന ഈ പുക വരുന്നത്? അല്ല, ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ പുക. ആര് പോയിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കത്തിക്കാൻ ശ്വാസം കിട്ടുന്നില്ലേ പെട്ടെന്ന്? ഞാൻ നിങ്ങളെ കത്തിക്കണെന്ന് കരുതിയിട്ട് ഞാൻ കത്തിക്കുക. ഞാൻ എന്റെ പൊട്ടനാ. അല്ല, ഇത് ബോംബ് ഇട്ടു ഇനി ആരേലും? എന്താ ഇത്? പിന്നെന്താ സകല സ്ഥലത്തുണ്ട്. ഇതെങ്ങനെയാ കത്തിയത്? ഇത് കത്തിട്ട് തന്നെ പൈസയും കൊടുത്ത് വിഷമാന്ന് അവസ്ഥയായിരിക്കും. ഇത് വിടാൻ പറ്റില്ല. ഇത് ഇങ്ങനെ വിടാൻ പറ്റില്ല. ഇത് പ്രതികരിക്കാണ്ടിരുന്ന നമ്മള് ഞാനാണ്. ശീതല്ല, അല്ല ശീതല, ഇത് എന്താ ഇങ്ങനെ ആകെ പുക? ഒന്നും പറയണ്ട സുധേട്ടാ. നമ്മുടെ പഞ്ചവടിയിലെ മാലിന്യ പ്ലാന്റ് ഇല്ലേ, അത് മൊത്തം തീ പിടിച്ചേക്ക. അതെങ്ങനെ തീ പിടിച്ച്? എന്താണ് സാറേ, 1 മണിക്കൂറായി. വല്ല നടക്കൂ ഇത്? അയാളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വിളിക്കാൻ വന്ന ഡ്രൈവർ 2 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇഷ്ടം തന്നെ. എന്നിട്ട് ഇവനെയൊക്കെ വെച്ചിട്ട് എന്തിനു സിനിമ പിടിക്കണമെന്നാണ് എനിക്കറിയാൻ വയ്യാത്ത. ആ ലൊക്കേഷനിലുള്ള ആളുകൾ അവസ്ഥ ആലോചിച്ച് നോക്കും. എത്ര നേരമായിട്ട് എത്ര പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സൂപ്പർ സ്റ്റാർ ആയി പോയില്ലേ? സെലിബ്രേറ്റ്. ഇവൻ സ്റ്റാർ ആണെന്നുമ്പോൾ അത് അറിയാം. ഇല്ല, ഇവന് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പൈസ ഇല്ല, ഡ്രസ്സ് ഇല്ലാതെ നാട്ടുകാർ അവിടുത്തെ ക്ലബ്ബിലെ പിള്ളേരെല്ലാം ഇവിടെ പിരിവെടുത്ത് കൊടുത്ത് വിട്ടാണ്. സ്റ്റാർ ആയി കഴിഞ്ഞു. സാറിനതൊക്കെ നേരത്തെ. എടാ, ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോ ഇപ്പം സീരിയലിലൊക്കെ ഇങ്ങനെ ചാൻസ് വെച്ച് നടക്കുന്നു ഈ പയ്യെ. അന്ന് ഇത്ര ചാടൊന്നുമില്ല. ഇനി ചെന്നാ ക്യാരവനിലേ ഇരിക്കുള്ളൂ. ഇപ്പൊ 5 നടന്മാരുണ്ട്, 5 നടന്മാർക്ക് 5 ക്യാരവൻ.
ആ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ പിടിക്കാം. സെലിബ്രിറ്റികളല്ല സെലിബ്രിറ്റി മനുഷ്യന്മാരല്ലേ? പൈസ അവിടെ വരുന്നുണ്ട്, സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, എന്നാലും അതിൽ പോവില്ല. അവിടെ നിന്ന് കാർ വിട്ടുകൊടുത്ത് അതിലേ പോവുള്ളൂ. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് സൂപ്പർ സ്റ്റാർ റാംബോ മോഹന്റെ വീട്ടിലാണ്. സൂപ്പർ സ്റ്റാർ റാംബോ മോഹൻ ഇറങ്ങിയിട്ടുണ്ട്, ഷൂട്ടിങ്ങിന് പോകാനുള്ള തിരക്കിലാണ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചവടി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന അഗ്നിബാധ, അവിടുത്തെ കൂമ്പാരമായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി വിഷപ്പുക ആ പ്രദേശം മുഴുവനും വിഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും പ്രതികരിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ റാംബോ മോഹൻ സാറിന്റെ പ്രതികരണം എന്താണ് നമുക്ക് നോക്കാം. സാർ, ഞങ്ങള് ഫിഷ് ടി വിന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പഞ്ചവടിയിൽ ഉണ്ടായിരുന്ന ആ രൂക്ഷമായ വിഷയത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല സാർ, പഞ്ചവടിയിലെ വിഷയത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പഞ്ചവടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീയെല്ലാം കത്തിയിട്ട് വിഷപ്പുകയെല്ലാം വന്നിട്ട് ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാർ. ഞാൻ കുറച്ച് തിരക്കിലാണ്, ലൊക്കേഷനിൽ പോകാൻ ഇറങ്ങിയത്. അല്ല സാർ, സാറൊരു സൂപ്പർ സ്റ്റാറാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഭരണ പ്രതിപക്ഷം പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരും ഒന്നും പറയുന്നില്ല സാർ. ഇപ്പൊ ഈ വിഷയത്തിനെതിരായിട്ട് നമ്മുടെ അപ്കമിങ് സൂപ്പർ സ്റ്റാറുകളായ സുരേഷ്, രമേശ്, സതീഷ്, നിതീഷ്, വിജീഷ് ഇവരെല്ലാവരും പ്രതികരിച്ചു കഴിഞ്ഞു. അവരുടെ ഫൈറ്റുകൾ കിട്ടി, അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എപ്പോ പ്രതികരിച്ചു? അവർ ഈ പുക ഉണ്ടായപ്പോ തന്നെ അവർ ഫൈറ്റ് വന്നു. നീ എന്താ എന്റെ അടുത്ത് പറയുന്നത്? അല്ല, നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് തന്നെ വരണ്ടത്. ഞാനാണ് സൂപ്പർ സ്റ്റാർ. അവരൊക്കെ പുതിയ പുതിയ പിള്ളേരാണ്. ഇപ്പൊ ഞങ്ങൾ ആദ്യം വിടുന്നത് സാറിന്റെ ബൈറ്റ് ആയിരിക്കും. അവരൊന്നും വിട്ടിട്ടില്ല. സാറിന്റെ തന്നെ ഫസ്റ്റ് വിടൂ. നീ എന്തിനാ ഈ ഒട്ടി നിൽക്കണത്? ഓക്കെ, എടുക്കാം. പിന്നെ ഒരു മിനിറ്റ്, നമ്മളിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്തെടുത്ത പോലെ തോന്നും. ഒരു എൻട്രി എടുത്തിട്ട് അങ്ങനെ എടുക്കാം. ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പറ്റില്ല. പിന്നെ പുതിയ ടെക്നോളജി ഞങ്ങൾ അങ്ങനെ പറ്റൂല സാർ. അപ്പൊ നമ്മുടെ ഈ പഞ്ചവടിയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായ ആ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിയതിന് അത് ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? പഞ്ചവടിയിലെ എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദുരവസ്ഥയിൽ നിങ്ങളെ കൂടെ ഞാനും ഉണ്ട്. നിങ്ങളൊറ്റയ്ക്കല്ല. കാരണം അവിടെയുള്ള പ്രേക്ഷകരാണ് എന്നെ ഞാനാക്കിയത്. അവരില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവരില്ല. സത്യത്തിൽ ഞാനിന്ന് ഇറങ്ങാൻ വൈകിയത് തന്നെ പഞ്ചവടിയിലെ പാവപ്പെട്ട എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അകത്തിരുന്ന് മനം നൊന്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്ന ഷൂട്ടിങ്ങിനല്ല, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഡിസ്കഷൻ ഉണ്ട്. മന്ത്രിമാരുമായിട്ടാണോ, MLA മാർ, അങ്ങനെ ആരെങ്കിലും? അല്ല, എനിക്കൊരു പ്രൊഡ്യൂസറായിട്ട് ഇതിനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട്. പ്രൊഡ്യൂസറുമായിട്ട് ഇത് എന്താണ് സാർ? ഞങ്ങൾ ഈ വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങളൊരു ബിഗ് ബജറ്റ് സിനിമ എടുക്കാൻ പോകുന്നു. അതിനുള്ള ഒരു ഡിസ്കഷൻ വേണ്ടിയിട്ടുണ്ട്. പഞ്ചവടിയിൽ തീ കത്തി ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് സാർ ഒരു സിനിമ ചെയ്യാൻ പോകണല്ലേ? ഇതിന് നല്ലതാണ് സാർ. അവർക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എല്ലാവരും നോക്കി നിൽക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. സാർ, ഈ സിനിമയുടെ പേരെന്തായിരിക്കും? പുക. നമ്മളിപ്പോ കണ്ടത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ റാംബോ മോഹൻ സാറിന്റെ പ്രതികരണമാണ്. എന്നാലും പഞ്ചവടിയിലെ ജനങ്ങൾക്ക് ആശ്വാസമേകാനായിട്ട് അദ്ദേഹം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ പോവുകയാണ്. ആ സിനിമയുടെ പേര് പുക. ഈ സിനിമ റിലീസ് ആവുമ്പോഴേക്കും പഞ്ചവടിയിലെ ജനങ്ങളുടെ കാര്യം ഏതാണ്ട് കട്ട പുകയാവും. സത്യം. സത്യമാഷേ, നിങ്ങിങ്ങനെ വലിയ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടിൽ മൊത്തം കുഞ്ഞക്ക് വയറടിപ്പ്, വലിയൊക്കെ പനി, തലവേന, തൊണ്ടവേന, മൊത്തം സൂക്കേടാന്ന്. ആളെല്ലാം ഇളകി. ഇവ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നാണക്കേടാണ്. എന്തെല്ലാം പറയുന്നത്? നിങ്ങൾ നേതാക്കന്മാരോട് അതിനൊരു വഴി കാണുന്നില്ല. എന്തെല്ലാം പറയുന്നത്? എന്തെങ്കിലും തീരുമാനം എടുക്കണം. എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുക ഉണ്ണിയെ? നമ്മൾ ഈ പ്രാദേശിക നേതാക്കന്മാരാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല.
ഇത് തീരുമാനം എടുക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സർക്കാരോ ഇടപെടണം. അവരിടപെട്ടല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാറ്റിനും നമ്മൾ ഒന്നാന്ന് പറയുന്നത്, ഇങ്ങനെ രണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നമില്ല. രണ്ടിന് വലിയ കുഴപ്പം വരില്ല. എല്ലാം ഒന്ന് നമ്മൾ നമ്പർ വൺ അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ വന്നു അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ ഈ സംഗതി ആദ്യമല്ല, ഇങ്ങനെ കത്തുന്നത് ആദ്യമല്ല, ഇതിന് മുമ്പും കത്തിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറഞ്ഞു നിൽക്കണം. പിന്നെ അപ്പൊ വന്നതിനോട് ഇവിടെ ആകെ പ്രശ്നമാണ് കത്തുന്ന മുമ്പും കത്തിയിട്ടുണ്ടെന്ന് പറയണ്ട്. നമ്മൾ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് നമ്മളോട് ചോദിക്കല്ലോ. ആ ചോദിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റണം. അത് കിട്ടുന്നില്ല. അത് കിട്ടണം. അത് ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യണില്ലെങ്കിൽ പറയണത് മനസ്സിലാക്കണില്ല. അതാണ് കാര്യം. ഞാൻ വെച്ച് പ്രതിരോധിക്കാം. നമ്മ ഇതിന് ശക്തമായിട്ട് പറയാം. ഞാൻ എന്റെ അണികളോടെല്ലാം പറയാം. പറയണം. അതെ, ഈ പുകച്ചല് പോകാൻ പറ്റുവാ? ഈ പുകച്ചല് പോയിട്ടാണ് അവരോട് പറയണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യട്ടെ. ഇതൊന്നും അടങ്ങണ്ടേ? അടങ്ങണ്ടേ എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ചെറുങ്ങനെ ഒരു പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചേക്കാം അമ്പലത്തിന്. അത് നമ്മൾ എവിടെ, എന്താ ഉണ്ണി ഈ പറയണത്? ഇത് നമ്മൾ എവിടെ കൊള്ളിക്കും? വഴിപാടൊന്ന് കഴിച്ചൂടല്ലോ. അതെയോന്നാ നമുക്ക് പറ്റുകയും ചെയ്തല്ലേ. പുഷ്പാഞ്ജലിയിട്ട് വന്നിരിക്കുന്നു. ഈ ജാതി ആൾക്കാരാണ് കൂടെ. എങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങണ്ടേ? എന്താ പറഞ്ഞു? പറഞ്ഞെന്താ? പുഷ്പാഞ്ജലി. അതല്ലാതെ വേറെന്തൊന്നും പറയാൻ തുടങ്ങിയില്ലേ? വേറെന്ന് വെച്ചാല് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം പുകയാണ്. നമ്മളെ ഈ പഞ്ചവടി മാലിന്യ പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ കുറെ മാലിന്യം മറ്റേ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടില്ലേ, അതിന് തീ പിടിച്ച്. രാജോ, ഒരാളെപ്പോലും കാണണല്ലോടാ. ആരെങ്കിലും വരും സാറേ. ഞാൻ പറയാം. എന്താ സാറേ? അല്ല, താനവിടെ നിൽക്ക്, അയാളാ. താനവിടെ നിൽക്ക്, അയാളാ. എന്താ സാറേ? ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സാറേ. ഒന്ന് കാണിച്ചു കൊടുത്താൽ ലൈസൻസ് ഉണ്ട്. ഈ കള്ളു കുടിച്ചിട്ടുണ്ടോ മോനെ? കള്ളു കുടിച്ചിട്ടുണ്ടല്ലോടാ നീ? ഇല്ല സാറേ, കുടിച്ചിട്ടില്ല. അവന്റെ ഫേസ് കണ്ടിട്ട് കള്ളു കുടിച്ചോളൂ, കണ്ണൊക്കെ ചുമന്നിരിക്കണേ. അതാ എന്റെ മുടി അങ്ങനെ ഇരിക്കുന്ന ആള് മര്യാദക്കാരനാ. നിന്റെ ലൈസൻസ് എടുക്ക്. എല്ലാം ഉണ്ട് സാറേ. ഞാനൊരു അത്യാവശ്യത്തിന് പോണായിരുന്നു. അപ്പൊ അവനൊന്ന് ആക്കി തരാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നാണ് സഹായിക്കാൻ വേണ്ടിട്ട്. ആള് കുഴപ്പമൊന്നുമില്ല. എല്ലാം ഉണ്ട്. ലൈസൻസ് എല്ലാം കൊണ്ടുവന്നു. എല്ലാം ഉണ്ട് സാറേ. താനവിടെ നിൽക്കോ. ഇവിടെ പൊല്യൂഷന്റെ പേപ്പർ എന്ത്? അത് നിസ്സാര കേസല്ലേ സാറേ, 100 രൂപയുടെ കേസല്ലേ ഉള്ളൂ. ഇവിടെ പൊല്യൂഷൻ എടുക്കാനായിട്ട് 100 രൂപ മതി. അത് എടുത്തില്ലെങ്കിൽ 2000 രൂപ അടക്കണം ഫൈൻ. സാറേ, അവനൊരു വെറുതെ നിൽക്കുന്ന എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അവരുടെ അടുത്ത് 2000 രൂപയൊന്നും ഇല്ല. ഇവിടെ 2000 രൂപ ഇല്ലെങ്കിൽ പറ്റില്ല. വണ്ടി മാറ്റി വെച്ചോളാനല്ലേ പറഞ്ഞത്. നാണൂല്ലേ സാറിന്? 2000 രൂപ പാവപ്പെട്ടവരോട് പിരിച്ച് സർക്കാരിന് കൊടുക്കാൻ. ഒരാഴ്ച ഇവിടെ മാലിന്യം കത്തി വിഷപ്പുക വന്നിട്ട് ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ചുമച്ചും കുരച്ചും ചാകണ്. അതിനൊന്നും ആക്ഷൻ ഇല്ല. തെണ്ടി തിന്നാൻ പാടില്ലേ നിങ്ങൾക്ക്? പറ്റുമെങ്കിൽ ഈ യൂണിഫോമിൽ പോയി മുള്ളിയിട്ടെങ്കിലും അത് കിടത്താൻ നോക്ക്. 2000 രൂപ പിരിക്കാൻ നടക്കണ് പൊല്യൂഷന്റെ പേരില്. മനസ്സില്ല ഞങ്ങൾക്ക് അടക്കാൻ. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. വണ്ടി എടുക്ക. പൊല്യൂഷൻ ഉണ്ടാക്കാൻ നടക്കണം. മിനുവിന് വണ്ടിക്ക് പൊല്യൂഷൻ ചെക്ക് ചെയ്യണ്ട. നമസ്കാരം
ഫിഷ് ടി വി അവതരിപ്പിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റുമുട്ടൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അതിഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കിയ പഞ്ചവടിയിലെ പ്ലാന്റിലുണ്ടായ അതിഭീകരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായി സത്യശീലൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ശീതളൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മണ്ടോദരി ചേരുകയാണ്. അത് നമുക്ക് ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സത്യശീലൻ സാറിനോട് തന്നെ ചോദിക്കാം. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വലിയൊരു ദുരന്തമാണ് ഈ പഞ്ചവടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ദുരന്തത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? പഞ്ചവടിയിലെ ഈ മാലിന്യ പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. വാർത്തകളും സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞു പരത്തുന്നത് ഇത് സർക്കാർ ചെയ്തിട്ടുള്ള എന്തോ വലിയ ഒരു വിപത്താണ് എന്നാണ്. ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. ഈ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സത്യത്തിൽ ആവിഷ്കരിക്കേണ്ടത്. അതിന് അവനവൻ തന്നെ വിചാരിക്കണം. ഇത് വർഷങ്ങളായിട്ട് കുന്നുകൂടി കിടക്കുന്ന ഈ കൂമ്പാരമാണ്, മാലിന്യമാണ്. ഇതിന് സർക്കാർ സത്യം പറഞ്ഞാൽ ഉത്തരവാദിയല്ല എന്നാണ് എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പക്ഷെ എല്ലാവരും പറയുന്നത്, എല്ലാവരും സർക്കാരിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തെ ബോധപൂർവം വലിച്ചടക്കുകയാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ശീതളൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് എന്തൊരു വിഡ്ഢിത്താണ് ഈ എഴുന്നള്ളിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. കാരണം ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് ഏതാനും ചില വീടുകളിലുള്ള ബാക്കി വരുന്ന പച്ചക്കറിയോ ചോറോ കറിയല്ല. ഇവിടെ ആശുപത്രികളിൽ നിന്ന് വരുന്ന, നമുക്ക് ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്ത വിധം ഉള്ള വേസ്റ്റുകൾ, അതുപോലെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, നശിച്ചു പോകാത്ത തരം വസ്തുക്കളാണ് ശരിക്കും വേസ്റ്റ് എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ടൊരു ഫണ്ട് സർക്കാരിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യാതെ ഇതിന്റെ ഭാരം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാന്ന് പറയുന്ന ആ ഒരു പ്രവണത ശരിയല്ല. വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ദുരന്തത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തക എന്ന രീതിയിൽ മണ്ടോദരിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതേക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടക്കുമ്പോ ഞാൻ വിചാരിക്കുകയായിരുന്നു എത്ര ലാഘവത്തോടു കൂടിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിനെ കാണുന്നതെന്നുള്ളത്. ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ ഇവർക്ക് തമ്മിൽ യുദ്ധം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഇവര് ശ്രമിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. ആര് പറഞ്ഞു? സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലല്ല, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. 10-12 ദിവസമായിട്ട് ഈ പുക ശ്വസിക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സംഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പുക കൊണ്ട് ഓസോൺ പാളിക്ക് വരെ സുഷിരങ്ങൾ ഉണ്ടായി, അതിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് നമുക്ക് സ്കിൻ ക്യാൻസറുകൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടുത്തെ പക്ഷികൾ, മറ്റ് മൃഗങ്ങൾ, അവരെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവർക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇവിടുത്തെ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വാതിലടച്ച് അകത്തിരിക്കുകയാണ്. അകത്തിരുന്നിട്ട് അവർക്ക് രോഗങ്ങളില്ലാത്ത അവസ്ഥയുണ്ടോ? അതില്ല. അത് നിങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞു പേടിപ്പിച്ച് ധൈര്യമുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ ചെന്ന് നിങ്ങൾ കാണൂ. അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണൂ. ഈ മാലിന്യങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ട് മുട്ടുന്യായങ്ങൾ പറഞ്ഞ അണികളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു രീതിയല്ല വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ഇവിടെ ഈ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതല്ലേ ഒരാൾ മാത്രം പറഞ്ഞാൽ പോരെ. ഞാൻ ചോദിക്കുന്നത്, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെയുണ്ട്, എന്തുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല? ഈ മാലിന്യങ്ങൾ അവിടെ കൂട്ടിയിട്ട് കത്തിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ.
അതെ, ഈ ഭരണപക്ഷത്തിന്റെ നേതാവ് സത്യശീലൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞ സ്വന്തം അസംബന്ധമാണ്. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും മാലിന്യങ്ങളും നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഭരണ സംവിധാന പ്രകാരം സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നുണ്ടല്ലോ. അതിന് 50 രൂപ ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊടുക്കണ്ടല്ലോ. എന്തിനാണ് ആ സംവിധാനം? ഈ കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടല്ല ഈ അപകടം ഉണ്ടായത്. അവിടെ എവിടെ നിങ്ങളുടെ ഈ മാലിന്യ സംസ്കരണ പ്ലാൻ എവിടെ? അതാണ് ഈ സംവിധാനം വേണ്ടതാണോ പറയണത്? ഈ സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനം ചെയ്തെങ്കിൽ അതിനനുസരിച്ച് നശിപ്പിക്കാൻ കഴിയണം. അല്ലെ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി തമ്മിൽ ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ജനങ്ങളുടെ കുറ്റമെന്നാണ് ഭരണപക്ഷത്തെ നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായേക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണിത്. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുപോയി കുമിഞ്ഞുകൂട്ടി അവിടെ തീയിട്ട് വിഷപ്പുക വരുത്തി ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കരാറുകാരും കൂടി കമ്മീഷൻ അടിച്ചുകൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഒരു കാര്യം പറയാൻ ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ഞങ്ങൾ അതിജീവിച്ചു. സുനാമി വന്നു, അതിജീവിച്ചു. ഇത് രണ്ടും വെള്ളം. കൊറോണ വന്നു, കൊറോണ അതിജീവിച്ചു കഴിഞ്ഞു. ഇതൊരു പുക, അത് മൂക്കിലേക്കിട്ട് അങ്ങോട്ട് വിടും. ഇതിൽ ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ അതിജീവനത്തിന്റെ ഭാഷയാണ്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് ഭരണപക്ഷത്തുള്ള ആളോടാ. ഈ മാലിന്യ കുമ്പാരത്തിന് തീയിട്ടതാരാ? ആരാ തീയിട്ട്? സർക്കാർ ബോധപൂർവം കത്തിച്ചാടുന്നാണോ നിങ്ങൾ പറയണത്? അല്ല, പിന്നെ ആരത് കത്തിച്ചാന്ന് പറഞ്ഞിരിക്കുന്നത്? ആരാ കത്തിച്ചത്? ഞങ്ങൾക്കറിയാമോ? ഞങ്ങളാണോ കത്തിച്ചത്? ഞങ്ങളാണോ അത് കത്തിച്ചത്? പറയണം. അല്ലെങ്കിൽ പിന്നെ ഇടിമിന്നലേറ്റ് കത്തിയായിരിക്കൂല്ലേ? അവിടെ കൂട്ടിയിട്ടിട്ടുള്ള മാലിന്യം സർക്കാർ കൊണ്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കൊണ്ടുപോയി നിക്ഷേപിച്ചതോ ഒന്നുമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതലുള്ള മാലിന്യം. ഇതൊക്കെ പറയുന്നതല്ലേ? അല്ല, ഇടിമിന്നലേറ്റിട്ട് തീ പിടിച്ചാണോ? അങ്ങനെയാണോ? അങ്ങനെ പറയരുത്. കത്തിച്ചു. ഇത് ആരാണ് കത്തിച്ചത്? ഇത് കത്തിച്ചത് ആരാണോ, ഇനി ആരെങ്കിലും തന്നെ കത്തിയതാണെന്നൊന്നല്ല ഇവിടെ വിഷയം. ഈ കത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് അതാത് വർഷങ്ങളിൽ തന്നെ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് വേണ്ട തുക അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഇത് സൂര്യതാപം കൊണ്ടോ അല്ലെങ്കിൽ മിന്നലേറ്റിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിഫ്ലക്ഷൻ വഴിയോ ഒക്കെ കത്തിയതാവാം. ഇത് എന്റെ സുഹൃത്തെ, ഇതൊക്കെ നമ്മള് നിങ്ങൾ ഇപ്പോഴും ഇത് പഠനം നടത്താൻ പോവാന്ന് പറയുന്നതാണ് മനസ്സിലാവാത്തത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും സാറ് പറയുന്നു എന്റെ നിങ്ങൾ കത്തിക്കാതിരുന്നത്, ഇവര് ചോദിക്കുന്നു എന്റെ നിങ്ങൾ കത്തിക്കാതിരുന്നത്. എന്ത് ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു വിപത്ത് ഈ നാട്ടിൽ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്. കത്തിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നല്ല, മുഴുവൻ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്റെ ആണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, ഈ സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം അത് ചുമയാണ്, ഈ ചുമച്ചോണ്ടിരിക്കണം ഞാൻ. ഇതിന് പോലും മരുന്ന് കിട്ടിയിട്ടില്ല സാർ, അറിയാമോ? ഇതിനൊരൊക്കെ കാര്യം ഞാൻ പറയട്ടെ, ഈ വക തർക്കങ്ങളെക്കാൾ അപ്പുറത്ത് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനി സർക്കാരിന്റെ നിലപാടെന്താണ്? ഇനി സർക്കാരിന്റെ നിലപാടെന്താണ്? കാരണം ഇത് ഇത്രയും ടൺ കണക്കിന് അവിടെ എത്ര ഇപ്പൊ മറ്റേ നമ്മൾ ഈ സുഹൃത്ത് പറഞ്ഞതുപോലെ 4 നില കെട്ടിടത്തിന്റെ ഹൈറ്റില് ഇവിടെ കിടക്കുകയാണ് മാലിന്യങ്ങള്. അത് മാത്രല്ല, ഇതിന്റെ ഈ ജീർണിച്ച അവശിഷ്ടങ്ങൾ പോയി ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി പോകുന്നത്. നിങ്ങൾ
ഇവര് കണ്ണുപൊട്ടന്മാരല്ലല്ലോ. സർക്കാർ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഒന്നും ചെയ്യാതെ മുഴുവൻ അത് മനസ്സിലാക്കണം. സാറേ, ഇത് നമ്മുടെ നാട്ടിലൊരു വ്യവസായ നഗരത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. വ്യവസായികളും സിനിമാക്കാരും വിദ്യാസമ്പന്നരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 50 കോടി രൂപയാണ് ഓരോ സാമ്പത്തിക വർഷം മാലിന്യ സംസ്കരണത്തിനായി നീക്കിവെക്കുന്നത്. ഈ പ്ലാന്റ് ഒന്നും നിങ്ങൾ പറയുന്നത് പ്ലാന്റ് ഒന്നുമില്ല. അവിടെ ഒരു കോമ്പൗണ്ടിൽ ഒരു തുരുമ്പ് പിടിച്ച ഷെഡ് മാത്രം, ഒരു യന്ത്ര സാമഗ്രികളോ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത ഒരു പറമ്പിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിരിക്കുന്ന മാലിന്യത്തിനാണ് നിങ്ങൾ മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത്. 1 രൂപയുടെ തീപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിത് സംസ്കരിക്കുന്നത്. പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടി വരച്ച് സംരക്ഷിക്കുന്ന നിങ്ങൾ സംസ്കരിക്കുന്ന സിസ്റ്റമാണോ നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്? അതായത് വലിയൊരു ഫണ്ട് ഇതിനു വേണ്ടി ഉണ്ടായിട്ട് നിസ്സാരമായിട്ട് ഇത് കത്തിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന അതന്നെയാണ്. ഇതെല്ലാം ഈ സർക്കാർ ചെയ്തതാണ് എന്ന് വരുത്തി ചെയ്യരുത്. എന്തിനു മുമ്പും ഇവിടെ സർക്കാരുകൾ ഉണ്ടായിട്ടില്ലേ? അതിനു മുമ്പ് സർക്കാരുകൾ ഉണ്ടായിട്ടില്ലേ? അതിനു മുമ്പ് വേറെ പാർട്ടികൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ഈ 50 കോടി എന്താ നിങ്ങൾ കാട്ടിയ അത് പറയും. ആ ഫണ്ട് എന്ത് ചെയ്തു? സർക്കാരിന്റെ കാലത്തും 50 കോടി റുപ്യ ചെലവാക്കിയിട്ടില്ലേ? ആ കാശ് എന്താ ചെയ്ത്? നിങ്ങളുടെ ഭരണത്തിലുണ്ടായ വീഴ്ച നിങ്ങൾ പറയും. സുഹൃത്തെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് ചോദ്യം. ഇതുപോലെ ഒരു ദുരന്തം 3 വർഷം മുമ്പ് ഇത് സംഭവിക്കുകയുണ്ടായി. അപ്പൊ അടിക്കടിക്ക് ഇതുപോലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ പിന്നിലുണ്ടായ കാരണത്തെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോ നിങ്ങൾ ഒരാളും എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. 2-3 വർഷം കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള തീപിടുത്തത്തിന്റെ കാര്യം എന്താന്നുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. അത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ശീതളനാണ്. അത് ശീതളൻ വിശദീകരിക്കും. ഇത് ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞലം കാട്ടാന്ന് പറയും. നമ്മള് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആ വിഷയം ട്വിസ്റ്റ് ചെയ്ത് വേറൊരു വാർത്തയാക്കി മാറ്റുന്ന ആ രീതി ഇവിടെ നടപ്പിലാക്കുക. ഇത് കൃത്യമായിട്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആ ചർച്ച അതിന് എന്ത് പോംവഴി കാണാൻ പറ്റുന്നതാണ് സർക്കാർ ഇവിടെ പറയേണ്ടത്. അല്ലെങ്കിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ആരാണെങ്കിൽ അവരതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരത് പറയണം. 12 ദിവസമായി സ്കൂളിൽ പോയിട്ടിട്ട് ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതല്ലല്ലോ. മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തമല്ല. എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയണം. എന്റെ പൊന്നു സാറേ, ഈ പുകയും പടലും ഒക്കെ കൊണ്ടുണ്ടല്ലോ എനിക്ക് എന്റെ ഫാമിലിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്ക് മാത്രമല്ലത് ഒരുപാട് ആളുകൾക്കുണ്ട്. എന്റെ പൊന്നു സാറെ പറയുന്നേക്ക്. സാർ 4-5 സെന്റ് ഫസ്റ്റ് ഈ കേരളത്തിന് വെളിയിൽ തന്ന ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ പോയി താമസിച്ചോളാം. ഇത് ഏക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. മടുത്ത് അതുകൊണ്ട് അമ്മായിക്ക് അവിടെ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. ഇതിന് പരിഹാരമുണ്ട്. നല്ല പരിഹാരമുണ്ട്. ഒരു പരിഹാരം ഇല്ല ഇവിടെ. ഈ സത്യമാഷ് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്താൽ മതി. ആദ്യം പറഞ്ഞില്ലേ, അതന്നെ ഇതിന്റെ പരിഹാരം. നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോകുന്നില്ലേ? എല്ലാ സുഖവും പരിഹരിച്ചു.